ഹായ്, എൻ്റെ പേര് നീനു ജോൺ. ഞാനൊരു CA ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ വളരെയധികം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. ഞാൻ കൂടുതലും ചെയ്യാറ് പ്രാണായാമ മെഡിറ്റേഷനാണ്. പലതരം മെഡിറ്റേഷൻ ഉണ്ട്, എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതും ഇഷ്ടമുള്ളതും പ്രാണായാമ മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ അങ്ങനെ ഒരുപാട് റൂളുകളൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം. നമുക്ക് നിലത്തിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ കട്ടിലിരുന്ന് ചെയ്യാം, കസേരയിലിരുന്ന് ചെയ്യാം. എങ്കിലും ഞാൻ പലപ്പോഴും നിലത്തിരുന്ന് തന്നെയാണ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും നിലത്തിരുന്ന് ചെയ്യുന്നതാണ്. എങ്കിലും നമുക്ക് സൗകര്യം അനുസരിച്ച്, നമ്മുടെ ഇതനുസരിച്ച്, കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരുന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശാന്തമായിട്ടുള്ള ഒരു മുറി വേണം ഇതിനായിട്ട് തിരഞ്ഞെടുക്കാൻ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു സ്റ്റെപ്പായിട്ട് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൈ ഈ ഒരു രീതിയിൽ വെക്കുക. അതായത് നടുവിരലും ചൂണ്ടുവിരലും മടക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ മൂക്ക്, അതായത് വലത് മൂക്ക് അടച്ചു വെക്കുക, ഇടത് മൂക്ക് തുറന്നു വെക്കുക. എന്നിട്ട് ഇടത് മൂക്കിലൂടെ വേണം നമ്മൾ ആദ്യമായിട്ട് ശ്വാസം എടുക്കാൻ. അപ്പൊ മെല്ലെ ഇൻഹെയിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ അത് ഹോൾഡ് ചെയ്ത് വെക്കണം. ഇൻഹെയിൽ ചെയ്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വലത് മൂക്കിലൂടെ നമ്മൾ എക്സെയിൽ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് സംസാരിച്ചുകൊണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാൻ നോക്കാം. ഇൻഹെയിൽ, ഹോൾഡ്, എക്സെയിൽ. Inhale, hold, exhale. Inhale, hold, exhale. Inhale, hold, exhale. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, പിന്നെ ഹോൾഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എക്സെയിൽ ചെയ്യുക. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുന്നതിൻ്റെയും എക്സെയിൽ ചെയ്യുന്നതിൻ്റെയും ഹോൾഡ് ചെയ്തതിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഹെയിൽ ചെയ്യുന്നത് 4, ഹോൾഡ് ചെയ്യുന്നത് 4, എക്സെയിൽ ചെയ്യുന്നത് 8. അതായത് 4 സെക്കൻഡ് 8 സെക്കൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ തുടക്കക്കാർക്കൊന്നും ഒരിക്കലും, എനിക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ആ ഒരു രീതിയിൽ, ആ ഒരു റേഷ്യോയിൽ വേണം നമ്മൾ ചെയ്യാൻ. അതായത് ഇൻഹെയിൽ ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും ഒരേ റേഷ്യോ, എക്സെയിൽ ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി സമയം എടുത്തിട്ട് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. അതാണ് ഒരു ശരിയായ രീതിയിൽ ചെയ്യുന്നത്. തുടക്കക്കാർ ജസ്റ്റ് 1 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ്, അങ്ങനെ ഓരോ ദിവസവും പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. അല്ലാതെ ഒരുമിച്ച് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുക മാത്രമല്ല, നമ്മുടെ ശ്വസനം ഒക്കെ ക്ലിയർ ആക്കാനും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമുക്കിതുകൊണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് 2 നേരം ചെയ്യാം. അതായത് രാവിലെ ചെയ്യാം, രാത്രി ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം ഒന്നുമില്ല. നമ്മൾ 2 നേരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളൊരു 3-4 ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.